ഫേസ് ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക്, ശലോം ബെത്ലഹേമിൻ്റെ എപ്പിസോഡിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയോടൊപ്പം. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഈ പുൽക്കൂട് സന്ദേശത്തില്, പുൽക്കൂടില് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുവാക്യമുണ്ട്, താക്കോൽ വാക്യം. അതാണ് എമോഷണൽ മെമ്മറി. ക്രിസ്മസിനു വേണ്ടി ത്യാഗവും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന ആളുകളിലെല്ലാം ഈ എമോഷണൽ മെമ്മറിയുണ്ട്. ഫ്രാൻസിസ് അസീസിയിൽ നാം കണ്ടു എമോഷണൽ മെമ്മറി. ആട്ടിടയന്മാരിൽ നമ്മൾ കണ്ടു എമോഷണൽ മെമ്മറി. പരിത്യക്തരായവരിൽ നമ്മൾ കണ്ടു എമോഷണൽ മെമ്മറി. ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ നമ്മൾ കണ്ടു എമോഷണൽ മെമ്മറി. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായിൽ നമ്മൾ കണ്ടു എമോഷണൽ മെമ്മറി. അങ്ങനെ എമോഷണൽ മെമ്മറിയിലൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും, അവർ കലാകാരന്മാരാണെങ്കിൽ, അവർ ഇമാജിനേഷൻ ഉള്ളവരാണെങ്കിൽ, അവരുടെ മനസ്സിൽ നിന്നും കലകൾ സൃഷ്ടിക്കപ്പെടും. ഈ എമോഷണൽ മെമ്മറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എമോഷണൽ മെമ്മറി കലകളുടെ സങ്കേതമാണ്. കഥാപുരുഷന്മാർക്കും കലാകാരന്മാർക്കും എല്ലാം ഈ എമോഷണൽ മെമ്മറി ഉണ്ടായിരുന്നു. ചാവറയച്ചനും ഇമോഷണൽ മെമ്മറി ഉണ്ടായിരുന്നു ക്രിസ്മസിനെ കുറിച്ച്. അതുകൊണ്ടാണ് ചാവറയച്ചൻ 10 എക്ലോഗുകൾ എഴുതിയത്. ആ 10 എക്ലോഗുകളിലെ 5 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇടയ നാടകങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം ഈ പുൽക്കൂടിൻ്റെ വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഇടയന്മാരാണ്. ഈ ലോകത്തിൻ്റെ വലിയൊരു സമ്പത്തും ഇടയന്മാരാണ്. കത്തോലിക്ക സഭയില് വലിയ ഇടയന്റെ നേതൃത്വത്തിൽ എന്തുമാത്രം ഇടയന്മാര്. ഈ സംസ്കാരം നശിച്ചു പോകും, ഈ സംസ്കാരം ഇല്ലായ്മപ്പെട്ടു പോകും. പൗരോഹിത്യം പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അതിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരും ഒത്തിരി പേരുണ്ട്. പഴയ നിയമത്തിൽ കാണുന്ന ഇടയധർമ്മവും ഇടയ ചിന്തയും അത് രാജത്വമായിരുന്നെങ്കിൽ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇടയന്റെ ധർമ്മം എന്ന് പറയുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, സൗഹൃദമാണ്. ചാവറയച്ചൻ ഈ 5 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഈ 5 നാടകങ്ങളിലും അതുതന്നെയാണ് പ്രഖ്യാപനം. ശാസ്ത്രികളുടെ എക്ലോഗ്. രണ്ടാമത്തത് അവിശ്വാസികളുടെ എക്ലോഗാണ്. മൂന്നാമത്തത് ഇടയന്മാരുടെ സല്ലാപം, പിറവി അറിയിപ്പ് എന്നുള്ളതാണ്. നാലാമത്തത് കുഞ്ഞിപ്പൈതങ്ങളുടെ ഇടയന്മാരുടെ സല്ലാപമാണ്. ഇവിടെയാണ് ഹെറോദേസ് ചക്രവർത്തി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുകയും അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന അവിശ്വാസികളുടെ എക്ലോഗില് എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം ഈ ലോകത്തിനും ഒക്കെയുള്ള ഒരു സംശയം, ഈ ഇസ്രായേലിൻ്റെ രാജാവ്, ഈ രാജത്വം, ഈ രാജകീയ നേതൃത്വം ഒരു പുൽക്കൂട്ടിൽ ജനിക്കേണ്ടതായിരുന്നു.
വേറെ എന്തെല്ലാം സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. വലിയ വലിയ ദേവാലയങ്ങൾ, ഇന്നത്തെ പോലെയല്ല. സിനഗോഗുകളുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി സംവിധാനങ്ങൾ ഉണ്ട്. എങ്കിൽ പോലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകപ്പാടെ നമ്മളെ ഉழைക്കുന്നതും നമ്മളെ കുരുക്കുന്നതും നമുക്ക് സംശയം എന്നുമെന്നും ജനിപ്പിക്കുന്നതുമായിട്ടുള്ള യേശുവിൻ്റെ വൈപരീത്യം നിറഞ്ഞ അടയാളം. യേശു അങ്ങനെ ഒത്തിരി അടയാളങ്ങളിലൂടെ നടന്നുപോയ വ്യക്തിയാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, പറ്റില്ല ആ കാലഘട്ടത്തിൽ. ഒരു കിണറ്റിൻ്റെ അരികിൽ ചെന്ന് ഒരു സ്ത്രീയിൽ നിന്നും, അത് സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, അവരുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുക പറ്റില്ല. സമറിയാക്കാരൻ, നല്ല സമറിയ. ഒത്തിരി വൈപരീത്യം നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമുക്കിപ്പോഴുമുണ്ട്. അവിടെയാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ അടയാളം. പുൽക്കൂട്, കന്നുകാലികൾ ശയിച്ചിരുന്ന ഒരു പുൽക്കൂട്ടില് ശയിക്കുകയും ഈ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരികയും ചെയ്ത, ഈ ലോകത്തെ നയിക്കുകയും ചെയ്ത വലിയൊരു നേതൃത്വം, ഇടയ നേതൃത്വം, അതാണ് നമുക്ക് കാണാം. 5-ാമത്തെ എക്ലോഗ് വിശ്വാസം, ശരണം, ഉപവി. ഇത് മൂന്നും തമ്മിലുള്ള സംസാരം. വിശ്വാസം പറയുന്നത് ഞാനാണ് വലുത്, ശരണം പറയുന്നത് ഞാനാണ് വലുത്, ഉപവി പറയുന്നത് ഞാനാണ്. അതിൻ്റെ എല്ലാം കൊട്ടേഷൻസ് അവരെടുത്തുകൊണ്ട് വരുന്നത് ബൈബിളാണ്. ബൈബിളിലെ വാക്യങ്ങളാണ് അവരുപയോഗിക്കുന്നത്. പക്ഷെ അവസാനം ആരാണ് വലുതെന്ന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അവരിൽ ഒരുത്തൻ പറയുന്നു, നമുക്ക് പരസ്പരം ഏണിയായി തീരാം. എങ്കിലേ ഈ ദൈവം തമ്പുരാൻ്റെ മനുഷ്യനായിട്ടുള്ള അവതാരത്തെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഏണികളായിട്ട് മാറാം എന്ന് പറയും. എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കാണുന്നത് ഈശോ മിശിഹായിലാണ്, ഉണ്ണി മിശിഹായി. അങ്ങനെയാണ് ചാവറയച്ചൻ്റെ എക്ലോഗ് പോകുന്നത്. ആ രീതിയിൽ ഇനിയും പറയാനുണ്ട്, കാത്തിരിക്കാം.